ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെയും ആദർശിനെയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആദർശേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കരൾ കൊടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. കരൾ കൊടുത്തവർക്കല്ല കൂടുതൽ പ്രശ്നം വരുന്നത്, അത് സ്വീകരിച്ചവർക്കാ. അതുകൊണ്ട് ആദർശേട്ടനിപ്പോൾ അമ്മയുടെ ഒപ്പമാണ് വേണ്ടത്, എൻ്റെ ഒപ്പമല്ല. നീ ഒന്നും മിണ്ടാതിരിക്കുന്നതിനെ. കരൾ കൊടുത്ത ആളെയും സ്വീകരിച്ച ആളെയും പൊന്നുപോലെ നോക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറയുക. അമ്മ കൂടുതൽ പ്രഷർ തന്നുകൊണ്ടിരിക്കുക, കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ്. എന്തായാലും അധികം വൈകാതെ അത് നീയാണ് ചെയ്തതെന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് കേട്ടതും അയ്യോ അത് വേണ്ട, ഞാൻ പറഞ്ഞില്ല ആദർശേട്ടാ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ, എന്നിട്ട് ആ കുട്ടിയാണ് കരൾ കൊടുത്തതെന്ന് പറയാൻ. ചിലപ്പോൾ ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആദർശേട്ടന് പ്രഷറുണ്ടാവും. അതെന്തായാലും നടക്കില്ല നയനെ. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണെന്ന് ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവില്ല. എന്തായാലും ഇനിയിപ്പോൾ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട് ആദർശേട്ടാ. ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം, അതിനുശേഷം അമ്പലത്തിലൊക്കെ പോവാം. തൽക്കാലം വീട്ടിലെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം എവിടെ യാത്ര പോകണ്ട. പിന്നെ ഇങ്ങോട്ട് ചെക്കപ്പിന് വരുന്നത് മാത്രം മതി, വെളിയിലേക്കുള്ള വരവ്. ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇനി വരണ്ടല്ലോ. ആര് പറഞ്ഞു വരണ്ടാന്ന്? ചിലപ്പോൾ വരേണ്ടി വരും എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ഞാൻ ആകെ സങ്കടത്തോടെ നിൽക്കും. ഇതെല്ലാം വേണു മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ശബരിമലയ്ക്ക് മാലയിട്ട് പെണ്ണും പിള്ളയെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അവൻ ഒളിച്ചും പാത്തും പെണ്ണും പിള്ളയെയും കൊണ്ട് കറങ്ങി നടക്കുക. അവളാകെ അവശ നിലയിലാണല്ലോ. ഇനി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി അവളുടെ വല്ല കരളോ മറ്റോ അടിച്ചു പോയോ? അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ മോക്ക് അനന്തപുരിയിൽ സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ചാകേണ്ടത് ഇവളുമാരാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വേണു ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഇതെന്തായാലും അറിയിക്കേണ്ടവരെ അറിയിച്ചല്ലേ പറ്റൂ, ഇല്ലാതെ രക്ഷയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേണു ആലോചിച്ചിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവുക. ഈ സമയം നയനയും ആദർശും ഡോക്ടറിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഇതേ സമയം പിന്നീട് ദേവയാനിയെയും നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ വല്യമ്മ ആലോചിക്കുന്നേ? ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു മോളെ. എനിക്ക് കരൾ തന്നില്ലേ ആ കുട്ടിയെക്കുറിച്ച്. എന്ത് നല്ല മനസ്സാ. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കുട്ടികളൊന്നും ഉണ്ടാവില്ല. സ്വന്തക്കാർ പോലും ആ സ്വന്തക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തന്നെ ഒന്ന് ചിന്തിക്കുന്ന ഈ കാലത്ത് ആ പെൺകുട്ടി എല്ലാം അറിഞ്ഞ് എന്നെ സഹായിക്കാനായിട്ട് വന്നതാ. അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടി അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അത് വല്യമ്മ ആലോചിച്ചിരിക്കുന്നത് നല്ല കാര്യം വല്യമ്മ. കാര്യം ആ കുട്ടി ചെയ്തത് നല്ലൊരു കാര്യമാണ്. എന്നാൽ ആ പെൺകുട്ടിയെ കാണണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആ നയനയും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ അമ്മയുടെ വീടിൻ്റെ റൂമിൻ്റെ മുൻപിൽ കാവലിരിക്കുമായിരുന്നില്ലേ. അതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങൾ വരാതിരുന്നത്. അവളന്മാരവിടെ ഇരുന്നേച്ചോണ്ടാ ഞാനും എൻ്റെ അമ്മയും അച്ഛനൊന്നും അധികം ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത്. അവളന്മാരെ കണ്ട എനിക്ക് ചൊറിഞ്ഞു കയറും. അപ്പം ഞാൻ എന്തെങ്കിലും പറയും, പിന്നെ ഹോസ്പിറ്റലിൽ അടിയും വഴക്കവും. അതുകൊണ്ട് അമ്മ ഞാൻ അങ്ങോട്ട് ഇതാകാതിരുന്നത്. സാരമില്ല മോളെ, എന്ത് ചെയ്യാനാ. ഇനി എപ്പോഴെങ്കിലും ആ പെൺകുട്ടിയൊന്ന് കാണണം. പാവം എന്തുമാത്രം വേദന സഹിച്ചിട്ടായിരിക്കും എനിക്ക് കരൾ ദാനം ചെയ്തത്. അത് ശരിയാ വല്യമ്മ, ആ കുട്ടി ഒരു പാവ. പക്ഷേ ഇവിടെ വല്യമ്മയുടെ മൂത്ത മരുമോള് ഭയങ്കര കില്ലാടിയാ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അവർ രണ്ടുപേരെയും ശബരിമലയ്ക്ക് പോകുന്നത് വരെ പിരിച്ചത് വല്യമ്മയാ. ആ നയനയെന്ന് പറയുന്നവളെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത് വല്യമ്മ തന്നെയാ. പക്ഷേ അവർ തമ്മിൽ ഇവിടെ വെച്ച് കാണുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ വല്യമ്മയുടെ മകൻ ആദർശേട്ടൻ ഏത് നേരവും ഓഫീസിലേക്ക് പോകുന്നെന്നും പറഞ്ഞ് പോകുന്നതേ അവളുടെ അടുത്തേക്കാണ്. ഇപ്പം തന്നെ രണ്ടാളെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്നാ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വെച്ചോ? അവൾക്ക് അതിനെന്താ അസുഖം? അവളെയും കൊണ്ട് എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോയത്? അതൊന്നും അറിയില്ല വല്യമ്മ. ഇനി അവൾക്ക് എന്തെങ്കിലും തളർച്ചയുണ്ടോ, അല്ലാതെ അവൾ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെയുള്ളൊരു ചിന്ത എനിക്കും ഉണ്ട്. അത് കേട്ടതും എന്താ മോള് പറഞ്ഞത്? അല്ല വല്യമ്മ, അവളിന് ഗർഭിണിയോ മറ്റോ. അത് കേട്ടതും അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല മോളെ. അത് വല്യമ്മയുടെ വെറും തോന്നല്ല വല്യമ്മ. ഇപ്പം തന്നെ നയന അവളുടെ വീട്ടിൽ പോയാൽ നിൽക്കുന്നേ. എന്നിട്ടും ആദർശേട്ടൻ ഇവിടുന്ന് സ്ഥിരം അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലേ ആണുങ്ങളടങ്ങിയിരിക്കില്ല. സ്വന്തം ഭാര്യയുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് തെറ്റു പറയാനും പറ്റില്ല. പക്ഷെ പറയുന്നതുകൊണ്ട് വല്യമ്മയ്ക്കൊന്നും തോന്നരുത്. വല്യമ്മയുടെ പുന്നാര മോനല്ലേ ആദർശേട്ടൻ ഈ സമയത്ത് വല്യമ്മയുടെ അടുത്തിരിക്കുന്നത് വല്യമ്മയ്ക്കൊരു ആശ്വാസമല്ലേ. എന്നിട്ട് പോലും ആദർശേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഏതു നേരവും അവളുടെ അടുത്ത്, ആ നയനയുടെ അടുത്ത് അവളെയും കൊണ്ട് കറങ്ങി നടക്കുക. അതൊക്കെ ഓർക്കുമ്പോഴെൻ്റെ സങ്കടം.
ഇത്രയൊക്കെ ഉള്ളൂ മക്കളുടെ കാര്യം. അമ്മ വലിയമ്മ എന്തോരം സ്നേഹിച്ചത് ആദർശേട്ടനെ, എന്നിട്ട് ഇപ്പോഴും നയനയുടെ പിന്നാലെയല്ലേ ആദർശേട്ടൻ നടക്കുന്നത്. മോളെ വെറുതെ നമ്മൾ കാണാതെ ഓരോന്ന് പറയണ്ട. അവർ ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണെന്നറിയാതെ എനിക്ക് നല്ല സംശയമുണ്ട് വല്യമ്മേ. അവൾ പ്രഗ്നൻ്റ് തന്നെയാണ്, അതുകൊണ്ടാണ് അവളെയും കൊണ്ട് ആദർശേട്ടൻ മിണ്ടാതെ പറയാതെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വലിയമ്മ മനസ്സിലാക്കിയ വലിയമ്മയ്ക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ വലിയമ്മയുടെ മകൻ വലിയമ്മയുടെ കയ്യിൽ നിന്ന് പോവും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ വാതിക്കെ ചെന്നു ദേവയാനിയെ നോക്കുക. അപ്പോഴേക്കും ദേവയാനിയുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ കയറി വരിക. ഈശ്വര, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. നയനയെയും ആദർശിനെയും തമ്മിൽ പിരിക്കാമെന്ന് വിചാരിച്ചാൽ അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുക. ആലോചിക്കുന്നതള്ളേ, ആലോചിക്കും. നിങ്ങളുടെ മകൻ നിങ്ങളെ വിട്ടേച്ച് പോകും. ആ നയനയെ എങ്ങനെയെങ്കിലും അനന്തപുരിയുടെ പടിയിറക്കണം. അതിനുവേണ്ടി എത്ര പണിയും ഞാൻ പയറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ജയൻ അങ്ങോട്ട് വരിക. ജയൻ വന്നതും നമ്മുടെ ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക. അപ്പോൾ ജയനെ കണ്ടപ്പോൾ ദേവയാനി, ജേട്ടാ എന്നാലും ഇത് ശരിയല്ല. എന്ത് ശരിയല്ല? നമ്മുടെ മോനെന്തിനാ ഏത് നേരം അവളുടെ അടുത്തേക്ക് പോകുന്നേ? അവൻ വേറെ ആരുടെ അടുത്തേക്കല്ലല്ലോ പോയത്, അവൻ്റെ ഭാര്യയുടെ അടുത്തേക്കല്ലേ. ഇപ്പം തന്നെ അവളെയും കൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അവൾക്ക് എന്താ രോഗം? അവൾക്ക് എന്താ രോഗമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അവളുടെ ഭർത്താവല്ലേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അത് ഇത്ര വലിയ തെറ്റാണോ? അല്ല, സ്വന്തം ഭാര്യയ്ക്ക് അസുഖം വന്നാൽ സ്വന്തം ഭർത്താവ് തന്നെ കൊണ്ടുണ്ട്, അല്ലാണ്ട് വല്ലവനും അല്ല. അത് കേട്ടതും, എൻ്റെ ജയേട്ടൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതെനിക്കറിയാം. പക്ഷെ ഒരിക്കലും നമ്മൾ മരുമകളായിട്ട് കാണാത്ത ആ നയനയെ അവൻ എന്തിനാ ഭാര്യയായിട്ട് കാണുന്നേ? ദേവയാനെ, നീ മരുമകളായിട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാ. അങ്ങനെയുള്ളപ്പോൾ അവന് അവളെ ഭാര്യയല്ലാത്ത രീതിയിൽ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ ഭാര്യയും ഭർത്താവും ഹോസ്പിറ്റലിൽ പോയി എന്ന് കരുതി നിനക്കെന്താ പ്രശ്നം? നിനക്ക് അസുഖം വരുമ്പോഴും നിന്നെ ഞാനല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെച്ചേ. അത് ഇത്ര വലിയ തെറ്റാണോ? അത് തെറ്റൊന്നുമല്ല ജയേട്ടാ. പക്ഷേ അവളെയും കൊണ്ട് അവൻ പോയതാണ് എനിക്ക് സങ്കടം. രണ്ടുപേരും കൂടെ ശബരിമലയ്ക്ക് പോകുന്നത് വരെ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും രണ്ടെണ്ണം കേൾക്കാതെ അവിടെ പോയി ചുറ്റിക്കറങ്ങുക. എന്തായാലും ഞാനിതിന് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ദേവയാനി, നിൻ്റെ മനസ്സിൽ ആരൊക്കെയോ തെറ്റിദ്ധാരണ നിറയ്ക്കുക. എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവൾ പ്രഗ്നൻ്റോ മറ്റോ ആണോ ചേട്ടാ? അങ്ങനെയായിരുന്നെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു തന്നെയായിരുന്നു. അതായത് നീയും ജാനകിയും ജലജയും പിന്നെ അഭിയൊക്കെ ഒഴിച്ച് ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിക്കും. നയനമോളെയാ നീ സ്നേഹിക്കേണ്ട ദേവയാനി, അല്ലാതെ അനാമികയല്ല. അത് കേട്ടതും അനാമിക മോളാ മിടിക്കും മോള്. അനാമിക മോൾക്കേ സ്നേഹമുള്ളൂ. ഈ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അനാമിക മോളാ. അതുകൊണ്ട് മോളാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറയാ. എൻ്റെ ദേവയാനി, നിൻ്റെ മനസ്സിനെ നീയാണ് പറഞ്ഞ് ഓരോന്ന് ഇതാക്കേണ്ടത്. എന്തായാലും അനാമിക പെരുങ്കള്ളിയ. അത്യാവശ്യത്തിന് നുണയും അത്യാവശ്യത്തിന് കള്ളത്തരവും ഒക്കെ അവളുടെ കയ്യിലുണ്ട്. അവളുടെ ഫാമിലിയും ഒട്ടും മോശമൊന്നുമല്ല അതിന്. ഞാൻ നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഒന്നും വിളിച്ചു പറയാത്തത്. എന്തായാലും നീ ഇപ്പോൾ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന അനാമികയുണ്ടല്ലോ, നാളെ നിൻ്റെ കഴുത്തെറുക്കാതെ നോക്കിക്കോ. എന്നാ നീ നയനമോളെ സ്നേഹിച്ച അവൾ നിൻ്റെ കഴുത്തെറുക്കാൻ വന്നാലും നയനമോള് ആ അനാമികയെ വെട്ടിക്കൊല്ലും, അതുറപ്പാ എന്നും പറയുകയാണ്. ഇത് കേട്ടത്, ഒന്ന് പോ ചേട്ടാ, വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയാതെ ആദ്യം പോയി അവനും എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്ന് അന്വേഷിക്കുക. എന്തായാലും എനിക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല. അവളെയും കൊണ്ട് അവനിങ്ങനെ കറങ്ങി നടക്കുന്നതിൽ. അവനൊന്നിങ്ങോട്ട് വരട്ടെ. എൻ്റെ ദേവയാനി, ഇതെന്താ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? അവരെവിടെയെങ്കിലുമൊക്കെ പോട്ടെ. അവർ ഭാര്യയും ഭർത്താവുക. നീ കൊണ്ട് കേസ് കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് കേട്ടതും, ആദർശേട്ടാ, അങ്ങനെ കേസൊന്നും ഞാൻ കൊടുക്കില്ല. പക്ഷേ അവനെ ഇവിടെ നിർത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവളിൽ നിന്നും എന്നേക്കുമായിട്ട് ഞാൻ അവനെ അകറ്റിയിരിക്കും. ഇതെൻ്റെ വാക്കാ. എന്നാൽ പിന്നെ നീ ജീവിതകാലം മുഴുവനും വിഷമിക്കേണ്ടി വരും ദേവയാനി എന്നും പറഞ്ഞ് ജയൻ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈ സമയം ദേവയാനി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഡോക്ടറിൻ്റെ അടുത്താണ് കാണിക്കുന്നത്. നയനയെ ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ, ഇനിയിപ്പോൾ പേടിക്കുകയൊന്നും വേണ്ട, നയനയുടെ ഹെൽത്ത് ഓക്കെയാണ്, ഇനി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങാം, എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാം. സത്യമാണോ ഡോക്ടറെ? സത്യമായിട്ടും. പിന്നെ നയനയാണ് ദേവയാനിക്ക് കരൾ കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ മൂർത്തി സാർ എന്നെ വിളിച്ചിരുന്നു. മൂർത്തി സാർ എന്നോട് നയനയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. വിഷമിക്കണ്ട, എന്നാലും വളരെ അപൂർവമാണ് നിങ്ങളുടെ ഈ ജീവിതം. ഇതുപോലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അമ്മായിയമ്മയൊക്കെ ഉണ്ട്,
മരുമകളെ ദ്രോഹിക്കുന്ന അമ്മായിയമ്മ എന്ന മരുമകളെ സ്വന്തം മകനിൽ നിന്നും അകറ്റി നിർത്തുന്ന അമ്മായിയമ്മയെ ഞാനിത് ആദ്യമായിട്ട് കാണുക എന്നൊക്കെ പറയണം. സാരമില്ല ഡോക്ടറെ, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. എന്നാലും മോൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് അത് ആ അമ്മായിയമ്മ അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മോളെ എൻ്റെ ഈ സങ്കടം. കരൾ കൊടുത്ത ആള് സ്വന്തം വീട്ടിൽ, കരൾ സ്വീകരിച്ച ആള് അവരുടെ വീട്ടിൽ രണ്ടുപേരും പരസ്പരം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദേവയാനിയുടെ സ്വഭാവത്തിനനുസരിച്ച് നയനയ്ക്ക് എന്തായാലും അതൊക്കെ മാറി മോളെ ദേവയാനി സ്നേഹിക്കുന്നൊരു ദിവസം വരും. ഈ വെറുക്കുന്ന ചിലവരുണ്ടല്ലോ, ഒരു ദിവസം സ്നേഹിക്കാൻ തുടങ്ങിയാലേ പിന്നെ ആ സ്നേഹത്തിന് ഒരു മുടക്കം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്നേഹം അനുഭവിക്കാൻ കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് മോളെ. അതുപോലുള്ളൊരു ദിവസം നിങ്ങളുടെ ഇടയിൽ വന്നെത്തും. പിന്നെ മൂർത്തി സാർ എന്നോടൊരു കാര്യം പറഞ്ഞു, ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങളൊന്ന് കാണിക്കണമെന്ന്, പരിചയപ്പെടുത്തണമെന്ന്. കാരണം കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം ഇതായിട്ടും കുഞ്ഞുങ്ങളില്ലാന്ന് മൂർത്തി സാർ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് നയനയുടെ മുറിവൊക്കെ ഒന്ന് കരിയട്ടെ എന്ന്. പക്ഷെ എന്നാലും മൂർത്തി സാറിന് വയസ്സായില്ലേ, അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അബിയുടെ കുഞ്ഞ് ജനിക്കാനൊക്കെ പോവാന്നൊക്കെ പറയുന്ന കേട്ടു. പക്ഷെ എന്നാലും മൂർത്തി സാറിൻ്റെ വൈഫിനും സന്തോഷം നിങ്ങളുടെ കുഞ്ഞിനെ കാണുന്നതാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടോ. ശരി ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് ആദർശും നമ്മുടെ നയനയും അവിടെ ഒന്ന് പുറത്തേക്ക് വരിക. ഇനിയിപ്പോൾ എന്തായാലും ആദർശേട്ടാ, എനിക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ, ജോലികളൊക്കെ ചെയ്യാലോ. എന്ന് കരുതി ഒരുപാട് മലമറിച്ച ജോലിയൊന്നും ചെയ്യണ്ട, കുറച്ച് ചെറിയ ചെറിയ പണികൾ ചെയ്താൽ മതി, വെയിറ്റൊന്നും തൂക്കണ്ട കേട്ടോ എന്നൊക്കെ ആദർശ് പറയുക. അത് കേട്ടത് ശരി ആദർശേട്ടാ. എന്തായാലും സമാധാനമായി, നിൻ്റെ ഹെൽത്ത് ഓക്കെ ആയി, ഇനി അമ്മയും കൂടെ ഓക്കെ ആയാൽ മതി. എന്ന് നീ അങ്ങോട്ട് തിരിച്ചു വരുമെന്ന് ഓർക്കുമ്പോഴെൻ്റെ സങ്കടം എപ്പോൾ വരുമെന്ന് ഓർത്തിട്ട് ഇനി ഒരുപാട് വൈകും അല്ല നയനെ. സാരല്ല ആദർശേട്ടാ, അയ്യപ്പസ്വാമിക്ക് വേണ്ടിയല്ലേ. സത്യമായിട്ടും ആദർശേട്ടൻ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അയ്യപ്പസ്വാമി നമ്മുടെ ജീവിതം മാറ്റിമറിക്കും, അത് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി ഫോൺ വിളിക്കുക. അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്തായിരിക്കും ആദർശേട്ടാ, എടുക്ക്. ഹലോ അമ്മേ, നീ ഇതെവിടെയാ? ഞാൻ ഹോസ്പിറ്റലിൽ എന്താ? അത് പിന്നെ നയനയും കൂട്ടി വന്നതാ അമ്മേ. നയനയ്ക്ക് ചെറിയൊരു തലവേദന മാത്രമാണോ, വേറെ ഒന്നുമില്ലേ? വേറെ എന്ത്? അല്ല തലവേദന തന്നെയാണോ? തലവേദനയാ അമ്മേ. സത്യമായിട്ടും എന്താ അമ്മേ? അവള് ഗർഭിണിയൊന്നുമല്ലല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല എന്ന്? അതറിയാം, എന്നാലും നീ എന്നെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണോന്ന് അറിയില്ലല്ലോ. അവള് ഗർഭിണിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അമ്മയുടെ മനസ്സിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരുടെ വാക്ക് കേട്ട് അമ്മ ഇങ്ങനെ ഞങ്ങളെ സംശയിക്കരുത്. എന്തായാലും നീ വീട്ടിലേക്ക് വാ, എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഫോൺ കട്ട് ചെയ്തു. എന്താ ആദർശേട്ടാ, എന്തു പറ്റി? അമ്മ ചോദിക്കുക, നീ ഗർഭിണിയാണോ, അതുകൊണ്ടാണോ നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതെന്ന്. ഈശ്വര, ഈ അമ്മയുടെ മനസ്സിൽ ആരെങ്ങനെയൊക്കെ വിഷം കലർത്തി കയറ്റി വയ്ക്കുന്നത്, എന്തൊരു കഷ്ടമായത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനിടയിൽ അമ്മ എങ്ങനെയൊക്കെ ചോദിക്കുന്നേ, വല്ലാത്തൊരു സങ്കടം തന്നെ ആദർശേട്ടാ. സാരമില്ല നയന, അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, പറഞ്ഞോട്ടെ, അമ്മ പറയേണ്ടതൊക്കെ പറഞ്ഞോട്ടെ, എനിക്കതിലൊരു സങ്കടവും ഇല്ല. എനിക്ക് നിൻ്റെ ആരോഗ്യം അത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അഭിയാണ് കാണിക്കുന്നത്. അഭി ഇറങ്ങി വരുമ്പോൾ നവ്യ, അല്ല എവിടെ പോവുക? ഞാൻ പുറത്തു പോവുക. ഇന്ന് ഭക്ഷണം കഴിച്ചോ? കഴിക്കണം. അത് അങ്ങനെ ശരിയാവും, ഇന്ന് ഒരിക്കലാന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് കഴിക്കുന്നത്? അത് ഞാനങ്ങ് മറന്നു, നീ ചോദിച്ചതിൻ്റെ ഇതിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. എന്തായാലും കഴിക്കുന്നില്ല, ഇന്ന് മുഴുവനും വ്രതം പിടിക്കാൻ പോവുക, കഠിന വ്രതം. അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ അമ്മായിക്ക് ഭേദാവുമല്ലോ. നിന്നെ കൊണ്ട് അതിന് ഈ ജന്മത്ത് കഴിയില്ലടാ. ഇവിടെ നിന്ന് വ്രതം പിടിക്കുന്നെന്നും പറഞ്ഞ് നീ പുറത്തു പോയി വെട്ടി വിഴുങ്ങും. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട, ഒന്ന് പോടി. അത് നീയാണ് തീരുമാനിക്കുന്നത്, അത് ഞാൻ തന്നെ. ചിലപ്പോൾ നീ പിടിക്കാതെ നിൽക്കുമായിരിക്കും. ഞാൻ പിടിക്കില്ല, കാരണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഞാൻ സമയത്തിന് ഗുളികയും കഴിക്കുന്നതാ, അതുകൊണ്ട് എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ നിൻ്റെ കാര്യം അങ്ങനെയാണോടാ? നീ എന്തായാലും പട്ടിണി കിടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ കഴിച്ചില്ലെങ്കിൽ നീ പുറത്തുപോയി കഴിക്കും. അങ്ങനെയാണെങ്കിൽ നീ അത് തെളിയിക്ക്. അത് നീ തെളിയിച്ച നിൻ്റെ കൈക്ക് ഞാൻ എൻ്റെ സ്വർണ്ണമോതിരം മേടിച്ചു തരും. അത് കേട്ടതും നവ്യ, എന്നാൽ പിന്നെ ഒന്ന് തെളിയിച്ചിട്ടേ കാര്യമുള്ളൂ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. പിന്നെ നീ എവിടെ പോയാലും എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, നീ എന്ത് ചെയ്താലും എനിക്കെന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം അഭി വെളിയിലെത്തി. ഹോട്ടലിലെത്തിയതും അഭി കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ
ഓർഡർ ചെയ്തോ? ആ ഓർഡർ ചെയ്തറാ. എന്തായാലും ദേ നിനക്കിഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തേ. എടാ നോൺ വെജ് വേണോ? ഒന്ന് പോടാ, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ പെട്ട് നിൽക്കുക. ഇപ്പം തന്നെ ഒരു ശയനപ്രദക്ഷിണം കഴിഞ്ഞതേ ഉള്ളൂ വീട്ടുകാരെ ബോധിപ്പിക്കാൻ. ആ ഇതൊന്നും ആവശ്യമില്ലെങ്കിലും അവരെ ബോധിപ്പിക്കാനെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നടക്കുന്നത്. ആ അപ്പോഴേക്കും അവയ്ക്ക് കഴിക്കാൻ കൊണ്ടൊരു ഈ സമയം നവ്യ എത്തുകയാണ്. നവ്യ വന്നതും അവൻ ഈ ഹോട്ടലിൽ തന്നെ കയറിയിട്ടുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് തലവഴി സാരി പുതച്ച് മുഖവും മറച്ചു പിടിച്ച് അവിടെ ചെന്നിരിക്കുക. ആ എടാ ഭയങ്കര ഒരിക്കലും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നീ ഇവിടെ വന്നിരുന്ന് വെട്ടി വിഴുങ്ങുവാണല്ലേ? നിൻ്റെ ഇന്നത്തോടെ എല്ലാ കള്ളക്കളിയും ഞാൻ പൊളിച്ചു തരാടാ എന്നും പറഞ്ഞുകൊണ്ട് നവി അത് വീഡിയോ എടുക്കുക. ഈ സമയം ഒന്നും അറിയാതെ അബി ഫ്രൈഡ് റൈസും മഷ്റൂം ചില്ലിയും ഒക്കെ ഓർഡർ ചെയ്യുകയാണ്. അതൊക്കെ കണ്ടത് ഓ അവൻ്റെ തീറ്റ കണ്ടില്ലേ, ഒരിക്കലും തീറ്റ കാണാത്ത പോലെ എന്നും പറഞ്ഞുകൊണ്ട് നയൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നവി ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.